السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതും കൊണ്ടുവരേണ്ടതുമായ ഒരു ആരാധനാ കർമ്മമാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് വിശ്വാസിയുടെ ഒരു ആയുധമാണ്. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഹലോകത്ത് നമുക്ക് നൽകിയിട്ടില്ല എങ്കിലും നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. വിശേഷ്യ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ചില സമയങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാത്തവരുടെ അവസ്ഥ വിശദീകരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാതിരുന്നാൽ അവനോട് അല്ലാഹു കോപിക്കുന്നതാണ് എന്നാണ്. മറ്റൊരു ഹദീസിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലും ചോദിച്ച് അതിനെ മടക്കി വിടുന്നതിനെ അല്ലാഹു ലജ്ജിക്കുന്നു, അല്ലാഹുക്ക് നാണമാണ് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ എപ്പോഴും അങ്ങേയറ്റം സന്നദ്ധമായിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമ്മൾ ചോദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഈ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അല്ലാഹുവിന്റെ സ്നേഹവും ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഒന്നുകൂടി നമുക്ക് വായിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.